ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ ഗോതമ്പൊടി വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ തയ്യാറാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒരുപാട് ചേരുവകളൊന്നും വേണ്ടി വരില്ല. അതിനായിട്ട് 1 കപ്പ് ഗോതമ്പൊടി വേണം. ഇതൊരു പാനിലേക്ക് മാറ്റാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഗോതമ്പൊടി നമ്മൾ വറുക്കുന്നോറും നല്ലൊരു മണം കിട്ടും. കളർ മാറിപ്പോരുത്. ഒരു മണം വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. കളറൊന്നും മാറിയിട്ടില്ല, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം, ഒന്ന് തണുക്കണം. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് 1/4 കപ്പ് ശർക്കര എടുക്കാം. ഏത് കപ്പിലാണോ ഗോതമ്പൊടി എടുത്തത് അതേ കപ്പിൽ തന്നെ 1/4 കപ്പോളം ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ശർക്കരയുടെ വെള്ളമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ശർക്കര തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനി ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് ഗോതമ്പൊടിയും അത്യാവശ്യം ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് തേങ്ങയാണ് ചേർക്കേണ്ടത്. ഏകദേശം ഒരു 1/2 കപ്പോളം തേങ്ങ ചേർക്കാം. തേങ്ങ കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, കുറച്ചധികം ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. പിന്നെ ഒരു ഏലക്ക നന്നായിട്ട് ചതച്ചെടുത്തതാണ്, അതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ സ്റ്റൗ ഒന്നും കത്തിച്ചിട്ടില്ല കേട്ടോ. സ്റ്റൗ കത്തിക്കാതാണ് നമ്മളിതൊക്കെ ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര പാനിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഒരു അരിപ്പയിൽ കൂടെ അരിച്ച് ചേർക്കാം. ഇതിപ്പോൾ ഒരുപാട് അങ്ങ് തണുത്തിട്ടൊന്നുമില്ല, ചൂട് അത്യാവശ്യമുണ്ട്. അപ്പോൾ നമ്മളിത് ഒരുപാട് സമയത്ത് തണുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തിളച്ച ഉടനെ ഒഴിക്കരുതെന്ന് മാത്രം. തിളച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒട്ടും തന്നെ കട്ടിയൊന്നും ഉണ്ടാവാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോഴും നമ്മൾ സ്റ്റൗ ഒന്നും കത്തിച്ചിട്ടില്ല. ഇനി നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപാടങ്ങ് ടൈറ്റായിട്ട് തോന്നിയാൽ കുറച്ച് പാല് നമുക്ക് ചേർക്കാവുന്നതാണ്. തേങ്ങാപ്പാലോ പശുവും പാലോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ 1.5 കപ്പ് ശർക്കര പാനി തന്നെ മതിയാവും നമുക്ക് 1 കപ്പ് മാവ് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ശർക്കര പാനി ഒരുപാടങ്ങ് തണുത്ത് പോരുത് കേട്ടോ, കുറച്ച് ചൂടുള്ളപ്പോൾ തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, കട്ടിയൊന്നും ഉണ്ടാകാൻ പാടില്ല. ഈ ഒരു പരുവത്തിലാണിത് മിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് മാത്രം ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുത്താൽ മതിയാവും. കാരണം ശർക്കരപ്പാനി നല്ല കുറച്ച് ചൂടോട് കൂടി തന്നെയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. അപ്പോൾ മാക്സിമം 2 മുതൽ 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഒരുപാട് കട്ടിയാക്കരുത്, ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. പെട്ടെന്ന് തന്നെ ഇത് ചൂടായി കിട്ടും. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമുക്കിതിനെ ഓഫ് ചെയ്യാം. ഈ ഒരു പരത്തിലാക്കിയെടുത്താൽ മതി. ഒരുപാട് അങ്ങ് കട്ടിയാക്കണ്ട, പരത്തിലാക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പ്ലേറ്റ് എടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഒട്ടിപ്പിടിക്കും. അല്ലെങ്കിൽ വാഴയില ഉണ്ടെങ്കിൽ നമുക്ക് അടിഭാഗത്തോട്ട് വാഴയില വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാവ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ സ്റ്റീമറിൽ വെള്ളം വെച്ച് ചൂടാക്കിയിരിക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റീമറിൽ വെള്ളം ഒഴിച്ച് നേരത്തെ തന്നെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. പ്ലേറ്റ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പ്ലേറ്റും കൂടി വെക്കുന്നുണ്ട്. ആവി തട്ടി വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നെങ്കിൽ പ്ലേറ്റ് വെക്കാം, അല്ലെങ്കിൽ വാഴയില ഉണ്ടെങ്കിൽ വാഴയില തന്നെ വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് 15 മിനിറ്റ് നേരത്തേക്ക് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും അപ്പം റെഡിയായി കിട്ടും. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് നോക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് വെന്തോ നോക്കാനായിട്ട് ഒരു കത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. 15 മിനിറ്റ് തന്നെ മതി ഇത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒട്ടാതെ കിട്ടണം. പ്ലേറ്റ് എടുത്ത് മാറ്റാം. അപ്പോൾ അപ്പം അത്യാവശ്യം ഒന്ന് തണുത്തതിന് ശേഷം തന്നെ പ്ലേറ്റിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് കൈ വെച്ച് പ്രസ് ചെയ്താൽ തന്നെ ചെറുപോലെ ഇത് വിട്ട് വരും. ഒന്നെങ്കിൽ ഇതുപോലെ കൈ വെച്ച് ആക്കാം, അല്ലെങ്കിൽ പിന്നെ ഒരു കത്തി വെച്ചിട്ട്
എല്ലാ സൈഡിൽ നിന്നും കുത്തി കൊടുത്താൽ മതി. ഇത് തണുത്തതിന് ശേഷം വേണം കേട്ടോ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ പിന്നെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ പ്ലേറ്റിലും അങ്ങനെയൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് എണ്ണ പുരട്ടണം, എന്നാലേ ഇതുപോലെ ഒട്ടിപ്പിടിക്കാതെ കിട്ടുള്ളൂ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്, നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതുപോലെ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് കാഷ്നട്ടോ അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കുറച്ച് കട്ട് ചെയ്ത് ചേർക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണിത്. പിന്നെ നമ്മളിതേക്ക് വേറെ ബേക്കിംഗ് സോഡയൊന്നും ചേർത്തിട്ടൊന്നുമില്ല, എന്നാലും നല്ല സോഫ്റ്റ് ആയിരിക്കും. കിണത്തപ്പത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണിതിന്. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്